ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബൊഗെയിൻവില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബൊഗെയിൻവില്ല പൂക്കാലം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ലാതെ ഈ ചെടി ഇങ്ങനെ പൂവിടുന്ന കണ്ടിട്ടുണ്ടോ? അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബൊഗെയിൻവില്ല ഇഷ്ടപ്പെടുന്നവർക്കും ഇച്ചിരി വളർത്തുന്നവർക്കും ഇനി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അധികം ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും പറയണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഒരു ഡിസംബർ മുതലാണല്ലോ ഈ ചെടി ഇങ്ങനെ പൂക്കാനായിട്ട് തുടങ്ങുന്നത്. ബൊഗെയിൻവില്ലയുടെ പൂക്കാലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് ഇത് പൂത്തിട്ട് ഒരു 21-25 ദിവസം വരെയൊക്കെയാണ് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് ചെടികൾ ഒരു 22 ദിവസം അല്ലെങ്കിൽ അങ്ങേറ്റം ഒരു 25 ദിവസം ഒക്കെ മാത്രമേ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂക്കളെല്ലാം ഇങ്ങനെ കരിയാനായിട്ട് തുടങ്ങും. പക്ഷേ ആ തണ്ടിൽ തന്നെ വേറെ കുറേ പൂക്കളും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ അങ്ങ് നിർത്തിയാൽ ആ ഉണങ്ങിയ പൂക്കളൊക്കെ അങ്ങനെ നിന്നിട്ട് ചെടി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകത്തുമില്ല. മാത്രമല്ല ചെടികളുടെ ആരോഗ്യവും ആ ഒരു സമയത്ത് കുറഞ്ഞു വരും. പിന്നെ മാത്രമല്ല ഉണങ്ങിയ പൂക്കൾ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഉണങ്ങിയ പൂക്കളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ്, ബൊഗെയിൻവില്ലയുടെ പൂക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് കൊഴിഞ്ഞു പോകാനായിട്ട് വളരെ താമസമാണ്. ഉണങ്ങി കരിഞ്ഞ് കുറേ നാൾ ഇങ്ങനെ അത് ചെടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ ശേഷമാണ് പതുക്കെ പതുക്കെ കുറേ ആയിട്ട് പോകുന്നത്. അല്ലാതെ മറ്റുള്ള റോസൊക്കെ പൊഴിഞ്ഞു പോകുന്ന പോലെ പെട്ടെന്ന് ഇതിൻ്റെ ഇതളുകൾ അങ്ങ് പോകുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം അത് ഈ ചെടിക്ക് വീണ്ടും പൂക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. മറിച്ച് നമ്മളിതിനെ ഒന്ന് നല്ല ഫ്രഷായിട്ട് ചെടി പൂത്ത് കഴിയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിനെ ഒന്ന് ഫ്രഷാക്കി കൊടുക്കുകയാണെങ്കിൽ പുതിയ മുകുളങ്ങളും പൂക്കളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ബൊഗെയിൻവില്ലയിൽ നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കാരണം ഇതിൽ നിറച്ച് പൂവുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മളതിനെ വലിയതായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വളം കൊടുക്കും അല്ലെങ്കിൽ വെള്ളം കൊടുക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ വളമാണെങ്കിലും ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ചെടികൾക്ക് അധികം വളം വേണ്ട. പൂത്തതിന് ശേഷം പിന്നീട് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് വളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെടി ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയ ഒരു ചെടിയെ നമ്മൾ ഫ്രഷാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇവിടെ നിൽക്കുന്ന ചെടികളുണ്ടോ, ഇതിൽ പകുതി മുക്കാൽ പൂക്കൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു ഡിസംബർ ആദ്യം ഒക്കെ പൂത്ത് തുടങ്ങിയ ചെടികളാണ്. കുറേയൊക്കെ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഇങ്ങനെ പൂത്ത് വന്ന ചെടികളാണ് ഇപ്പോഴിവിടെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇനി ഇതിനെ ഫ്രഷ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ ആരോഗ്യം പോവും, ഭംഗി പോവും കേട്ടോ. അതാണ് മെയിനായിട്ട്. നമുക്കിപ്പോൾ ഈ ഉണങ്ങിയ പൂക്കളും ഈ ഒരു പൂക്കളും കൂടെ നിൽക്കുമ്പോൾ ചെടിക്ക് ഒരു അധികം ഭംഗിയില്ല കാണാനായിട്ട്. നല്ല ഫ്രഷായിട്ട് പൂക്കൾ നിൽക്കുമ്പോഴാണ് എപ്പോഴും ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്താണ്, നമ്മൾ ആദ്യം ഇതിനെയെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഈ ഫ്രഷ് പൂവിനെ നമ്മൾ അനക്കുകയും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ നിന്നോട്ട്. നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് ഈ ഉണങ്ങിയ പൂക്കളെ മാത്രമാണ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ അറിയാമല്ലോ, ഒരു പകുതിയോളം ഫ്രഷ് പൂവുണ്ട്, അതിനെക്കാട്ടി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു ഉണക്കപ്പൂവ്. അപ്പോൾ ആ ഉണങ്ങിയ പൂക്കളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇതൊക്കെ അധികം ദിവസമായിട്ടില്ല എന്ന് തോന്നും ഇങ്ങനെയായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൽ കൂടുതലും ഉണങ്ങിയ പൂക്കളാണ്. ഇപ്പോൾ ഈ ചെടി കാണാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു ഭംഗിയില്ല അല്ലേ. അപ്പോൾ ഇതിന് ഞാനൊന്ന് നല്ല ഉണർവാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോണേ, ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ ചെടിയെ നമ്മൾ നല്ല ഇന്ന് വിരിഞ്ഞിരിക്കുന്ന പൂക്കൾ പോലെ ഈ ചെടിയെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനെല്ലാം നല്ല പൂർണ്ണമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഈ ചെടികളും അതുപോലെ തന്നെ ഉണങ്ങുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കമ്പുകൾക്ക് പക്ഷേ ഭയങ്കര നീളമുണ്ടേ. അപ്പോൾ ഇതിന് വേറൊരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് നമ്മുടെ കുറ്റിച്ച് നിൽക്കുന്ന ചെടിയെ തന്നെ കട്ട് ചെയ്യാം. ഈ ചെടി പൂക്കാൻ തുടങ്ങിയാൽ ഇതുപോലെ ഇല കാണാതെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് തന്നെയാണ് പൂക്കുന്നത്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല കട്ടയായിട്ടുള്ള പൂക്കളല്ലേ. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ പൂക്കുന്നതാണ്. ഇത് ആദ്യം പോലെ ഇതെനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ആദ്യം പോലെ പൂക്കാൻ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളെല്ലാം നമ്മൾ ഇങ്ങനെ മുറിച്ച് കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കമ്പാരും കട്ട് ചെയ്ത് കൊടുക്കേണ്ട. ഇതുപോലെയുള്ള ചെറിയ ചെടികളുടെ കമ്പുകൾ കട്ട് ചെയ്യേണ്ട, പൂക്കൾ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കമ്പുകൾ കട്ട് ചെയ്യുന്നത് തീരെ പൂക്കളെല്ലാം ഇതിൽ നിന്ന് കൊഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ കുറേയൊക്കെ ഫ്രഷ് പൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് കൊടുക്കാത്തത്. ഇനി അങ്ങനെ അല്ലാതെ ഇത് കമ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു പുതിയ മുകുളങ്ങളൊക്കെ ഉണ്ടായിട്ട്
ഫ്രഷ് ആയിട്ടുള്ള കമ്പും മുകളും ഒക്കെ ആയിട്ട് പൂക്കളും ആയിക്കോളും. പക്ഷെ നമുക്കിപ്പോൾ ഇത് കുറച്ച് പൂക്കളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഉണങ്ങിയ പൂക്കൾ മാത്രമേ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിനെ ഒന്നും ചെയ്യാതെ നമുക്ക് ഇത് പൂക്കിട്ട് ഇനി അങ്ങനെ തന്നെ അങ്ങ് നിർത്തിയേക്കാം. പലരും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ടെന്തോ. ഇങ്ങനെ തന്നെ നിർത്തിയേക്കും, എന്നിട്ട് അതിൻ്റെ പൂവൊക്കെ തന്നെ കുറേയൊക്കെ ഉണങ്ങിയൊക്കെ പോയി കഴിയുമ്പോൾ അടുത്ത പൂ ചെടിയിലായിക്കോളും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല താമസം വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് കണ്ടോ. ഈ 2 ചെടിയിൽ നിന്ന് മാത്രമായിട്ടാണ് ഇത്രയധികം ഉണങ്ങിയ പൂക്കൾ നമുക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത്രയും പൂക്കൾ ഈ ചെടിയിൽ നിന്നതുകൊണ്ട് ഈ ചെടിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ചെടിയുടെ ആരോഗ്യം കൂടുതൽ പോകും. അതുപോലെ തന്നെ പൂക്കൾ കാണാനും ചെടി കാണാനും ഒന്നും അത്ര ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര രസമൊന്നും ഇല്ലല്ലോ കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് ഇന്ന് വിരിഞ്ഞ പൂക്കൾ പോലെയല്ലേ ഓരോ പൂക്കൾ കാണുമ്പോൾ. ഇങ്ങനെ എപ്പോഴും ചെടിയെ നല്ല ഫ്രഷായിട്ട് നിർത്തുകയാണെങ്കിൽ ചെടിക്ക് ആരോഗ്യം കൂടും, പൂക്കൾ കാണാൻ ഭംഗിയുണ്ടാവും, ആ ചെടി തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. കണ്ടോ, ഇപ്പം നമ്മളെല്ലാ ഉണങ്ങിയ പൂവും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെടി നല്ല ഫ്രഷാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിന് വളം ഇടേണ്ട, കാരണം ഇതിന് നിറച്ച് പൂക്കൾ ഇപ്പോഴും ഉണ്ട്. ഉണങ്ങിയ പൂക്കൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നും നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ മണ്ണ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ഇതിൻ്റെ ചുവട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണ് കൊടുക്കുമ്പോൾ മണ്ണ് മാത്രമായിട്ടും കൊടുക്കണ്ട, അത് നമ്മളൊരു പോട്ടി മിക്സ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവട് എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കണം. ചുവട്ടിൽ നമ്മൾ മുകളിൽ എന്തൊക്കെ ചെയ്ത് കൊടുത്തോ അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെടിയുടെ ചുവടിനെ നമ്മൾ സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം കളകളൊക്കെ കാണും. അവയൊക്കെ പറിച്ച് കളഞ്ഞ് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ചട്ടിയിൽ അധികം മണ്ണില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ മണ്ണിട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ താഴെയൊക്കെ നിൽക്കുന്ന ചെടികൾക്കെന്ന് പറഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള മണ്ണും വളവും ഒക്കെ നിലത്ത് നിന്ന് കിട്ടും. പക്ഷേ ചെടിച്ചട്ടിയിലെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വളങ്ങളും കുറയാറുണ്ട്. അപ്പോൾ ആ മണ്ണിനുള്ള മൂലകങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ട് തീർന്നൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള എന്തൊരു പോട്ടി മിക്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മണ്ണൊക്കെ നമ്മൾ കുറച്ച് വളക്കൂറുള്ള മണ്ണോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അതിന് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മണലും അതുപോലെ തന്നെ നമ്മുടെ മണ്ണുണ്ടല്ലോ, മണ്ണും അതായത് ഗാർഡൻ സോയിലും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇത് മൂന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ്. ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലുപൊടിയോ വേപ്പും പിണ്ണാക്കോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ ചെടി നടുന്ന ഒരു സമയത്താണ് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കോ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എല്ലുപൊടിയൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെടി നല്ലതായിട്ട് പൂത്ത് നിൽക്കുകയാണ്. പിന്നെ മാത്രമല്ല എല്ലുപൊടി എന്ന് പറയുമ്പോൾ അത് വളരെ താമസമാണ് മണ്ണിൽ ലയിച്ച് വളമായിട്ട് വരാം. അത് നമ്മളൊരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തൊക്കെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ മിക്കവാറും നന്നായിട്ട് പൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം വളങ്ങളാണ് ഇട്ട് കൊടുക്കാറ് പതിവ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം എന്താ ഈ ഒരു ചെടി കണ്ടോ, ഇതിനെ നമ്മൾ കുറച്ചുകൂടി താഴ്ത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പൂക്കൾ മാത്രമാണ് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പുകൾ സഹിതം കട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിന് പെട്ടെന്ന് അങ്ങ് നീളം വെച്ച് പോകുന്ന ഒരു ചെടിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കമ്പുകൾ അങ്ങ് പെട്ടെന്ന് നീളം വെച്ച് പോകും. ആ കമ്പുകളുടെ അറ്റത്തായിരിക്കും ഇതിൻ്റെ പൂക്കളുണ്ടാകുക. അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് കുറച്ച് താഴെ വെച്ചങ്ങ് കട്ട് ചെയ്യാം. ഇതിൻ്റെ പൂക്കളും കണ്ടോ നല്ലപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതിൽ ഓരോ പൂക്കളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പാടാണ്, കാരണം ഇത് അങ്ങനെ കട്ടയായിട്ടുണ്ടാകുന്നതല്ല. ഇതുണ്ടോ, സിംഗിളായിട്ടാണ് ഇതിൻ്റെ ഓരോ പൂവും വന്നിരിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നല്ല കട്ടയായിട്ട് കുട കുത്തിയതുപോലെയാണ് അതിൻ്റെ പൂക്കളിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കമ്പ് കട്ട് ചെയ്തു. അപ്പോൾ ഇതിനെയൊക്കെ 2 രീതിയിൽ, ഏത് രീതിയിലാണോ ചെടിക്ക് വേണ്ടിയത് അതേ രീതിയിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നതും വളപ്രയോഗങ്ങളും പൊട്ടി മിക്സുകളും എല്ലാം കൊടുക്കേണ്ട കേട്ടോ. ഒരേ ചെടിക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരു ചെടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ മുട്ടയാക്കിയിട്ടുണ്ട്. ഇലകളുണ്ട് കേട്ടോ ഇതിൽ ധാരാളം, കണ്ടോ. അപ്പോൾ ഇലകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ചെടിയുടെ കൊമ്പുകൾ മാത്രം നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റി.
അപ്പോൾ ഇനി ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വന്നോളൂ. ഇത് ചുവട്ടിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചോദിക്കും, ഇതിപ്പോൾ ഹാർഡ് പ്രൂണിങ് അല്ലേ ഹാർഡ് പ്രൂണിങ് ആയിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, പൂക്കൾ കഴിഞ്ഞത് കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് നീക്കി കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ്. ഇപ്പോൾ ഈ ചെടി വളർത്തുന്നവർക്കറിയാം, ഇതിന് പെട്ടെന്നാണ് കൊമ്പുകളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്നാണ് പൂക്കളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെയും ചുവട് നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ നല്ലതായിട്ട് ഇളക്കം വേണം എപ്പോഴും ചെടിക്ക്. അതിപ്പോൾ ഏത് ചെടിയാണെങ്കിലും ചുവട് നല്ല വൃത്തിയായിരിക്കണം, മണ്ണിളക്കവും വേണം. അപ്പോൾ ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വളമാണ്. ഇത് നല്ലതായിട്ട് പൂക്കാനായിട്ടും വളർച്ചയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് 18-18. ഇവിടുത്തെ ബൊഗെയിൻ വില്ലകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് 18-18ഉം 19-19ഉം ആണ് കേട്ടോ. അത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ DAP കൊടുക്കാം. എങ്കിലും എനിക്ക് തോന്നുന്നു ബൊഗെയിൻ വില്ലകൾക്ക് ഈ ഒരു വളമാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണോളം, അതായത് 1 ടീസ്പൂണോളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചെടിച്ചട്ടിയിലാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെടിച്ചട്ടിയുടെ ഒരു സൈഡിലോട്ട് നീക്കി വേണം ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ മണ്ണുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഇത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു വളത്തിന്, പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിലങ്ങ് ലയിക്കും, അതായത് മണ്ണിലങ്ങ് ലയിക്കും. ഇപ്പോൾ ഈ മണ്ണിൽ ചെറുതായിട്ടൊരു നനവുണ്ട്. അപ്പോൾ ആ ഒരു നനവിൽ തന്നെ ഈ വളം പെട്ടെന്നങ്ങ് മണ്ണുമായിട്ട് യോജിച്ച് അത് ചെടികൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ആണെങ്കിൽ കുറേ താമസം എടുക്കും ചെടികൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടി വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ, അപ്പോൾ ഈ പൂക്കാല സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള വളങ്ങളാണ്. കാരണം ഇത് ഒരു 2-3 മാസം വരെയൊക്കെ മാത്രമേ നല്ല ഫ്ലവറിങ്ങിൽ നിൽക്കുകയുള്ളൂ ബൊഗെയിൻവില്ല, അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു 5-6 മാസം. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാസവളങ്ങൾ തന്നെയാണ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത്, നല്ല പൂക്കൾ കാണണമെന്നുണ്ടെങ്കിൽ. അതിന് ശേഷം പിന്നീട് നമ്മൾ ചെടിയെ പ്രൂണൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ എപ്പോഴും ഫ്രഷാക്കി നിർത്തുന്നതും എപ്പോഴും പൂക്കൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതേ രീതിയിലൊക്കെ നിങ്ങൾക്ക് ബൊഗെയിൻവില്ലകളുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. എപ്പോഴും ചെടികൾ നല്ല ഫ്രഷാക്കി വെക്കണം. ചെങ്കിലെ ചെടികൾ കാണുമ്പോഴും നല്ല ഭംഗിയുള്ളൂ, ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ, നല്ല പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.